നമ്മളിതിങ്ങനെ മാവേലിക്കരയാണ്. ഇത് മാവേലിക്കരയിൽ നമ്മുടെ വാരിയറിന്റെ HBM 3000 ആണ് ഇന്നത്തെ ഇൻസ്റ്റാളേഷന്. ഇത് മാവേലിക്കരയുള്ള ഒരു സൈറ്റാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ആ ഒരു 3000 എന്ന് പറയുന്ന ആ ഒരു മോഡൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ. അപ്പോൾ നമ്മൾ അതും പ്രകാരമാണ് ആ വീട്ടിൽ ചെല്ലുന്നത്. ചെല്ലുമ്പോൾ അവരെ പഴയ ഒരു ഇൻവെർട്ടറാണ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു സിസ്റ്റമാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ സിംഗിൾ ബാറ്ററി ആണ്. അപ്പോൾ അതിനകത്ത് കുറേ വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിന് പറ്റിയ ഒരു രീതിയിലേക്ക് നമ്മളൊന്ന് എടുത്ത് മാറ്റുവാണേ. അപ്പോൾ അതായത് നമ്മുടെ സിസ്റ്റം വന്നിരിക്കുന്നത് ഇതാണ്. നമ്മുടെ വാരിയറിന്റെ ലിയോൺ 3000 ആണ്. അതായത് 2400 വാട്ട്സ് ആണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ലോഡിംഗ് കപ്പാസിറ്റി വരുന്നത്. ഇൻബിൽറ്റ് ലിഥിയം ബാറ്ററി, നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിത് പോർട്ടബിൾ ആയതുകൊണ്ട് മൂവ് ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇതിനടിയിൽ വീലുണ്ട്. അപ്പോൾ ട്രോളി ആയതുകൊണ്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്ത് വെക്കാം. പിന്നെ സൈഡിലൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വെയിറ്റ് വരുന്നത് 41 കിലോ ആണ്. അതിന്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ സൈഡിൽ തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. 5 വർഷം വാറന്റിയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പൊട്ടിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പഴയ വീഡിയോ കാണിച്ചത് തന്നെ. നമുക്ക് ആദ്യം കാണുന്നത് നമ്മുടെ ഇതിന്റെ കാറ്റലോഗ് ആണ് കേട്ടോ. കാറ്റലോഗിനകത്ത് കമ്പനി ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ പേജ് നമ്മൾ പറിക്കുമ്പോഴും ഓരോ രീതിയിൽ അതായത് ഓരോരോ കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഇതിനകത്തൊരു QR കൊടുത്തിട്ടുണ്ട്. ആ QR നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്ററി ഈ ഇൻവെർട്ടറുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മൊബൈലിൽ നമുക്ക് സ്ക്രീനിൽ കാണുവാനായിട്ട് സാധിക്കും. ചാർജിങ് ആണോ, ഡിസ്ചാർജിങ് ആണോ, അതുപോലെ തന്നെ എത്ര ആംപിയർ ചാർജ് ആവുന്നുണ്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഈ ഒരു ഇൻവെർട്ടർ നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ്, അതായത് ഫ്രീ മെയിൻ്റനൻസ് ആണ്. അതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. പഴയ ലെഡ് ആസിഡ് ബാറ്ററി വെക്കുമ്പോൾ നമുക്കത് എപ്പോഴും വെള്ളം ഒഴിക്കണം. അപ്പോൾ അത് പ്രായം ചെന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. അത് കാരണമാണ് പല ആൾക്കാരും നമ്മൾ ഈ ഒരു ലിഥിയം ബാറ്ററിക്ക് വേണ്ടി, അതായത് ഇൻബിൽറ്റ് ലിഥിയം ബാറ്ററിക്ക് വേണ്ടിയാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ഇൻവെർട്ടറിന്റെ ഫ്രണ്ട് വ്യൂ. കാണാൻ അടിപൊളി ലുക്കാണ് കേട്ടോ. പിന്നെ ഇത് ഹാൻഡിൽ തൂക്കിക്കൊണ്ട് പോകാനായിട്ട് 3 ഹാൻഡിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ ഒരെണ്ണമുണ്ട്, വലത്തും ഇടത്തും നമുക്ക് ഓരോന്നുമുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് 3 പേർക്കായിട്ടോ തൂക്കിയെടുക്കാം. ഒരാൾക്ക് വേണമെങ്കിലും തൂക്കിയെടുത്തുകൊണ്ട് പോകാം. അത്യാവശ്യം നല്ല ഒരു വെയിറ്റ് ഉണ്ട്. 41 കിലോ ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഇതിന്റെ സൈഡിലാണ് സ്വിച്ച്, സോക്കറ്റ്, BMSന്റെ സ്വിച്ച്, അതുപോലെ നമുക്ക് KSCB ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എക്കോ മോഡ്, അതുപോലെ നമ്മുടെ UPS മോഡ് ഓൺ ആക്കാനുള്ള ഓപ്ഷൻസ്. അങ്ങനെ 3 സ്വിച്ചാണ് സൈഡിൽ വരുന്നത്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. ഡിസ്പ്ലേയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, അതായത് BMS ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയിൽ ഇതേപോലെ ഒരു സ്ക്രീനിൽ നമുക്ക് കാണിക്കും. കുറേ കാര്യങ്ങൾ അതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. ഇതിപ്പം ജസ്റ്റ് ഞാൻ BMS മാത്രമേ ഓൺ ആക്കിയിട്ടുള്ളൂ. സിസ്റ്റം ഓൺ ആക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഏറ്റവും അടിയിൽ ഇതിന്റെ ആ സ്ക്രീനിന്റെ ഏറ്റവും അടിയിലായിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. അത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം ഓൺ ആവും. അപ്പോൾ ഇതേ സ്ക്രീനിൽ കണ്ടോ, BMS ഓൺ ആക്കിയപ്പോൾ തന്നെ ആ സിസ്റ്റത്തിന്റെ കുറേ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇൻവെർട്ടർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ടൈമും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല. എല്ലാം 0 ആണ്. അതുപോലെ KSCB ലൈനിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു MCB ആണ്, C20, അതായത് 20 ആംസ് ആണ് ആ ഒരു MCBയുടെ കപ്പാസിറ്റി വരുന്നത്. നമുക്കൊരു 16 ആംസിന്റെ ആണ് സോക്കറ്റ്. 16 6 ഉണ്ട്, 16 ഇടുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് UPS മോഡ് ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻസും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ക്രീനിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും കാണുന്നത്. അതുപോലെ നമുക്ക് UPS മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇൻവെർട്ടറിൻ്റെ അത് മറ്റു കാര്യങ്ങൾ, ചാർജിങ് ഓൺ ആക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് KSCB ചാർജിങ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സോളാറിലേക്ക്, അതായത് ഒരു MPPT സെപ്പറേറ്റ് നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽ ബാറ്ററിയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KSCB ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ പ്ലഗ് നമ്മൾ ജസ്റ്റ് അതിനകത്ത് കണക്ട് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ KSCBയുടെ ലൈൻ നമ്മൾ അവിടെ കണക്ട് ചെയ്തു. അതുപോലെ MCB നമ്മൾ ഓണാക്കിയപ്പോൾ നമുക്ക് മെയിൻസ് നമുക്ക് അവിടെ ഇൻഡിക്കേറ്റർ പ്രകാശിച്ച് കണ്ടു. അപ്പോൾ നമുക്ക് ഇനി ചാർജിങ്ങിലേക്ക് പോകും. ഈ ബാറ്ററിയിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഔട്ട്പുട്ടിന്റെ 3 പിൻ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പവർ വന്നു. ഇതാണ് നമുക്ക് മെയിൻസും വന്നു, അതിന്റെ ബാക്കപ്പ് ലൈനും വന്നു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കപ്പിന്റെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ചാർജിങ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചാർജിങ്ങിന്റെ ലൈറ്റ് ആയിരിക്കും അവിടെ പ്രകാശിച്ച് കാണുന്നത്. അപ്പോൾ ആ പ്രകാശിച്ച് കാണുമ്പോൾ നമുക്കറിയാം ബാറ്ററി ചാർജിങ്ങിലേക്ക് പോയി എന്നുള്ളത്. അപ്പോൾ ബാറ്ററി ഫുൾ ആവുക എന്നുണ്ടെങ്കിൽ ആ ബാറ്ററിയിലെ ആ ഒരു ലൈറ്റ് ഓഫ് ആവുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഈ ഒരു ഇൻവെർട്ടറിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്. ആവശ്യക്കാർക്ക് ഇതിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിൻ്റെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.